എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ലഡ്ഡു ആണ്. നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലാണ് ലഡ്ഡു തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് കടലപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 3 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ കടലപ്പൊടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിൽ കട്ടകളുണ്ടാവും, നന്നായിട്ട് കട്ടകളുണ്ടാവും. അപ്പോൾ നമ്മളിത് കലക്കിയെടുക്കുമ്പോൾ അത് അതിൽ കട്ടകളായിട്ട് തന്നെ കിടക്കും. അതിനാണ് അരിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് മിക്സിയിൽ വെള്ളം ചേർത്തിട്ട് അങ്ങനെ അരച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ 3 കപ്പ് കടലപ്പൊടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ കടലപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് മാർക്കറ്റിൽ പലതരത്തിലുള്ള കടലപ്പൊടി അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വളരെ നൈസായിട്ടുള്ള പൊടിയാണ്. ഒട്ടും തരിയില്ലാത്ത ഏറ്റവും നൈസായിട്ടുള്ള പൊടി തന്നെ വേണം നമ്മൾ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബൂന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതല്ല നമുക്ക് തരിയുള്ള കടലപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ പൊടിയിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ട് വെള്ളം, ഇപ്പോൾ 1 കപ്പ് വെള്ളം ഞാനിപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് മുതൽ ഒരു 1.5 കപ്പ് വരെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കലക്കിയെടുക്കുക. പിന്നെ ഇത് കലക്കിയെടുക്കുമ്പോൾ ഒട്ടും ലൂസാവാതെ ശ്രദ്ധിക്കണം. എത്രത്തോളം മാവ് ടൈറ്റ് ആയിട്ട് കലക്കിയെടുക്കാൻ പറ്റുന്നോ അത്രയും നല്ലത്. അങ്ങനെയാവുമ്പോൾ നമുക്ക് എണ്ണ കുടിക്കാതെ തന്നെ ബൂന്തി തയ്യാറാക്കാൻ പറ്റും. നമുക്ക് വെള്ളം ഓവർ ലൂസായി കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ ബൂന്തി തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് തന്നെ എണ്ണ കുടിക്കും. അപ്പോൾ ആ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഞാനൊരു 1.5 അടുത്ത് വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്രയും ചേർത്തിട്ട് ഒട്ടും കട്ടകളില്ലാണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കാം. ഇനി ബൂന്തി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ബൂന്തി തയ്യാറാക്കുമ്പോൾ എണ്ണ ഏറ്റവും ചൂടിലായിരിക്കണം. നമുക്ക് ഏറ്റവും ചൂടിൽ എണ്ണ ഇരിക്കുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഉള്ള കോരി ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾക്ക് എടുക്കാം. ഇതിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബൂന്തി എണ്ണയിലേക്ക് വീഴും. അങ്ങനെ ചെയ്ത് കൊടുക്കുക. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു അരിപ്പയാണ് എടുക്കുന്നത്. ഇതാവുമ്പോൾ എനിക്ക് ഒരു 3 ട്രിപ്പിൽ നമുക്ക് ബൂന്തി കംപ്ലീറ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഞാനൊരു കൊടിൽ ഉപയോഗിച്ച് ഇങ്ങനെ പിടിച്ചു കൊടുക്കും. പിടിച്ചിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ തട്ടി കൊടുക്കുമ്പോൾ നമുക്ക് ബൂന്തി താഴേക്ക് വീണ് കിട്ടിക്കോളും. അപ്പോൾ അതുപോലെയാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരട്ടെ. ഏറ്റവും ചൂടായിരിക്കുമ്പോൾ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോരി എടുക്കാം കേട്ടോ. ഒരു കോരി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ പാത്രത്തോടെയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങനെ തട്ടി കൊടുക്കാം. ഇതിങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ബൂന്തികളായിട്ട് താഴേക്ക് വീണ് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ചെറിയ ഹോൾസുള്ള അരിപ്പയാണെങ്കിൽ ചെറിയ ബൂന്തി കിട്ടും. അതല്ല ഹോൾസ് വലുതാണെങ്കിൽ ബൂന്തി വലുതായിരിക്കും. ആ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിപ്പോൾ എനിക്ക് അങ്ങനെ അത്ര ചെറുതും അല്ല, എന്നാൽ വലിയ ഹോൾസും അല്ല. അതുകൊണ്ട് എനിക്കൊരു അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ബൂന്തിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ആ ബൂന്തി കംപ്ലീറ്റ് എണ്ണയിലേക്ക് വീണിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു പതഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റേജിൽ തന്നെ വേണം നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കാരണം നമ്മൾ തിളച്ച എണ്ണയിലേക്കാണ് ബൂന്തി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചെറിയ ബോൾസ് ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ടുണ്ടാവും. ഇത് അധിക സമയം എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. അപ്പോൾ നമുക്ക് ലഡു കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യും. അപ്പം നമുക്ക് ബൂന്തി കഴിക്കുമ്പോൾ സോഫ്റ്റ്നെസ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അധിക സമയം എണ്ണയിലിടരുത്. പെട്ടെന്ന് തന്നെ അങ്ങനെ കോരിയെടുക്കണം. പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക. അധികം ഓവറായിട്ട് ഹാർഡാവാൻ നിൽക്കരുത്. അപ്പോൾ ബൂന്തി മുഴുവനായിട്ടും എണ്ണയിൽ നിന്നും കോരിയെടുത്ത് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് ഒഴിച്ച് കൊടുക്കുക. അടുത്ത ബാച്ച് ഒഴിച്ച് കൊടുക്കുമ്പോഴും എണ്ണ നല്ല ചൂടിലാണെന്ന് തന്നെ ശ്രദ്ധിക്കുക. എണ്ണ നല്ല ചൂടുള്ള സമയത്ത് തന്നെ ബൂന്തി ഇട്ട് കൊടുക്കുക. നമ്മൾ ചൂട് കുറവാണെങ്കിൽ നമ്മളിങ്ങനെ ബൂന്തി ഇട്ട് കഴിഞ്ഞാൽ വേവില്ല. അതിങ്ങനെ നമുക്ക് ആ മാവ് പച്ച മാവായിട്ട് അങ്ങനെ കിടക്കും. അപ്പോൾ പിന്നെ എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ട് തന്നെ എണ്ണ കുടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നല്ല ചൂടുള്ള സമയത്ത് തന്നെ ബൂന്തി ഇട്ട് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ
നന്നായിട്ട് തന്നെ ബൂന്തി ഇതുപോലെ കുക്കായി വന്നു കഴിഞ്ഞാൽ കോരിയെടുക്കുക. അപ്പോൾ ഉണ്ണിക്കൂട്ടൻ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അവൻ ഇതുപോലെ ചെറിയൊരു കോരി എടുത്തിട്ട് ബൂന്തി കോരിയെടുക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അടുത്ത ബാച്ചും ബൂന്തി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3 ബാച്ചായിട്ടാണ് ബൂന്തി മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 വിധത്തിൽ ലഡു ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ സാധാരണ നോർമൽ ബൂന്തി ലഡു ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഷുഗർ സിറപ്പ് തയ്യാറാക്കി വയ്ക്കുക. ഷുഗർ സിറപ്പ് തയ്യാറാക്കി ഒരടുപ്പത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ബൂന്തി തയ്യാറാക്കാനായിട്ട് തുടങ്ങുക. എന്നിട്ട് ഈ കോരിയെടുക്കുന്ന ബൂന്തി നേരിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. സാധാരണ ബേക്കറികളിൽ നോർമൽ ബൂന്തി ലഡു തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ അച്ഛനൊക്കെ ബേക്കറി ബിസിനസ്സായിരുന്നു. അപ്പോൾ അച്ഛനൊക്കെ ബേക്കറി കടകളിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ രീതിയാണ് നമ്മൾ ബേക്കറി സാധാ ബൂന്തി ലഡു തയ്യാറാക്കുന്നത്. പക്ഷേ അപ്പോൾ എനിക്ക് പേഴ്സണലി ബൂന്തി ഇങ്ങനെ വല്ലാണ്ട് കടിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മോത്തിച്ചോർ ലഡു പോലെയൊക്കെയുള്ള കുറച്ച് സോഫ്റ്റായിട്ട് ബൂന്തി ഇരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ ബൂന്തിയൊക്കെ ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് മാത്രം ഈ നമ്മൾ ബൂന്തി തയ്യാറാക്കിയതിന് ശേഷം മാത്രം ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. നമുക്ക് ആ ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. നമുക്ക് ലഡു തയ്യാറാക്കുക പറഞ്ഞത് ഒരു പണിയായിട്ട് തോന്നിയേ ഇല്ല. നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് വീണ്ടും ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കുമ്പോഴൊക്കെയാണ് എന്നാലും കുറച്ച് സമയം എടുക്കുക. ആ ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലഡു തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷമാണ് ഇത് സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അധികം നമ്മൾ നൈസാക്കരുത്, ചെറിയ ഒരു തരികളോട് കൂടിയിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇനി ഇതാ ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 3 കപ്പ് വരെ പഞ്ചസാര എടുക്കുക. ഇപ്പം നമുക്ക് 1 കിലോ കടലമാവിന് 3 കിലോ പഞ്ചസാരയാണ് ബേക്കറി കിട്ടുന്ന ലഡുകളുടെയൊക്കെ ഒരു പ്രൊപ്പോർഷൻ. അപ്പം നിങ്ങൾക്ക് അതുവരെ എടുക്കാം. അപ്പം ഞാൻ മധുരം ഒരു 1/2 കപ്പ് മധുരം കുറച്ചാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നിങ്ങൾക്ക് ഈ ലഡു ഉണ്ട് നമുക്ക് വളരെ ജ്യൂസി ആയിട്ടുള്ള മോത്തിച്ചോർ ലഡു പോലത്തെ ലഡു ആണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വിനോദേട്ടന് കുറച്ച് ഹാർഡായിട്ടുള്ള ലഡു ആണ് ഇഷ്ടം. അത് കാരണം ഞാൻ ആ ഒരു ലഡു ആണ് ഇപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ജ്യൂസി ആയിട്ടുള്ള ലഡു ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ തൊട്ട് നോക്കുക. ഇപ്പോൾ നമുക്ക് നോർമൽ ബൂന്തി ലഡുവിന് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് ബൂന്തി ചേർത്ത് കൊടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് മറ്റേ ജ്യൂസി ആയിട്ടുള്ള ലഡു ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് എത്തുന്നതിനേക്കാൾ മുന്നേ തന്നെ ബൂന്തി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ അധിക നേരം ചൂടിൽ വെച്ചിട്ട് ഇളക്കി എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ആയതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കുക. കാരണം നമുക്ക് ഡ്രൈ ആവരുത്. ഷുഗർ സിറപ്പ് ഓവറായിട്ട് മൂത്ത് പോവരുത്. ഓവറായിട്ട് മൂത്ത് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഹാർഡായിട്ടുള്ള ലഡു കിട്ടുക. അപ്പം അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ബൂന്തി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് സമയമെടുക്കും. നമുക്ക് ആ ബൂന്തി ഒന്ന് സെറ്റായി കിട്ടാൻ സമയമെടുക്കും. കാരണം നമ്മൾ ഷുഗർ അധികം മൂത്തിട്ടില്ല, അപ്പോൾ സമയമെടുക്കും. അതല്ല ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു ഹാർഡായിട്ടുള്ള ലഡു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റേ ലഡു ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക. അതേ സമയം ഇട്ട് ഇളക്കി കൊടുക്കണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്തിൽ നിന്ന് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതാ ചൂടാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമുക്ക് കൈകൊണ്ട് പിടിക്കാവുന്നൊരു ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കിസ്മിസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ കിസ്മിസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ലഡുവിൽ കടിക്കാൻ കുറച്ചുകൂടി ഇഷ്ടം ആ ഒരു കിസ്മിസാണ്. പക്ഷേ നമുക്ക് ലഡു കാണാനൊരു ഭംഗിക്ക് ഒരു കറുത്ത മുന്തിരി ഇരിക്കുമ്പോഴാണ് ലഡു കാണാനൊരു ഭംഗി. അപ്പം ഞാൻ ഏറ്റവും പുറം ഭാഗം ഇതുപോലെ ഒരു കിസ്മിസ് വെച്ചിട്ടാണ് ഇതിങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുഴുവനും ലഡു ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അങ്ങനെ ഷുഗർ സിറപ്പ് തയ്യാറാക്കുമ്പോൾ ഇതിനകത്തോട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഫുഡ് കളർ ഷുഗർ സിറപ്പിൽ ചേർക്കുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് കളറിങ് ലഡുവിന് കിട്ടുന്നത്. അതുപോലെ ഏലക്കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 2 ടീസ്പൂൺ നെയ്യും ചേർത്ത്. അതുപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം, കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കിസ്മിസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് ലഡു ബൂന്തി മുഴുവനായിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. എനിക്കിപ്പോൾ ഇതൊരു
ടോട്ടൽ 32 ലഡു ആണ് ഈ ഒരു മീഡിയം സൈസിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഒരു അത്യാവശ്യം വലിയ ലഡു ആണെങ്കിൽ ഒരു 30 ലഡു വരെ ഒരു 3 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ഒരു 30 ലഡു വരെ തയ്യാറാക്കി എടുക്കാനാക്കി പറ്റും. എന്ന് വെച്ചാൽ 1 കിലോ ലഡു പറയുമ്പോൾ ഏകദേശം അറൗണ്ട് 28-29 ലഡു ഒക്കെയാണ് വരുന്നത്. അപ്പം ഒരു കിലോ ലഡു നമുക്ക് ഈ ഒരു 3 കപ്പ് അളവിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. എല്ലാവരുടെ ജീവിതം, എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ജീവിതം എന്നും ഇതുപോലുള്ള ദീപങ്ങൾ പോലെ പ്രകാശിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്